ഓക്കെ ഗെയ്സ്, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ടോപ്പ് 7 പവർഫുൾ സൂസനോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്ക് ടോട്ടൽ നമ്മൾ നർട്ടോ സീരീസിൽ 7 സൂസനം കാണിച്ചിട്ടുണ്ടാവും. ആ 7 സൂസനമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനേക്കാളും മുമ്പ് സൂസനം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയട്ടെ, സത്യം പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഡിഫെൻസീവ് ആർമറാണ് സൂസനോ. ഈ സൂസനൊന്നും എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ കയ്യിൽ 2 മാങ്കയ്ക്കും ഷാരിങ്ങൺ എങ്ങനെയായാലും വേണം. അങ്ങനെ 2 മാങ്കയ്ക്കും ഷാരിങ്ങൺ ഉണ്ടെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് സൂസൺ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. അതായത് എന്താ പറയുക, ഇപ്പോൾ പെർഫെക്റ്റ് സൂസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ബോഡി ഉള്ളത് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എറ്റാലിറ്റി മാങ്കിക്കും ഷൈനിങ് അൺലോക്ക് ആക്കണം. പിന്നെ ഈ സൂസനോ സ്പോൺ ചെയ്യുന്ന ആള്, അതായത് സമ്മൺ ചെയ്യുന്ന ആള്, അവരുടെ കുറച്ച് പവേഴ്സ് കിട്ടും. അതായത് ഫുൾ പവർ അല്ലാണ്ട് കുറച്ച് പവേഴ്സ് കിട്ടും അവർക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് സൂസൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് നേരെ ലിസ്റ്റിംഗ് വീഡിയോ ആയിട്ട് പോകാൻ കിട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കയറുന്നാലോ. ഓക്കെ ഗൈസ്, 7th പ്ലേസിലുള്ളത് ഷീസു വിച്ചിൻ്റെ സൂസനമാണ് കേട്ടോ. ഷീസു വിച്ചിൻ്റെ സൂസനോൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൂസനുള്ള പവറാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ സൂസനോട് എക്സ്ട്രാ പവർ ഉണ്ട്. അതെന്താണെന്നല്ലോ പറയുന്നത്, അത് നമ്മൾ ഇപ്പോൾ ഒരു ടീം, അതായത് ഒരു 4 പേര് വരുന്ന നമ്മൾ ഈ ഷീസു ഒരാൾ, അപ്പോൾ ഈ സൂസന സമ്മണം ചെയ്തിട്ട് അവരൊക്കെ തോൽപ്പിക്കാൻ നമ്മളെ ഷീസുയ്ക്ക് പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പവർ. ഇത് ആക്ച്വലി എല്ലാ സൂസനും ഉണ്ടാകുന്ന പവറാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത പ്ലേസിലോട്ട് പോയാലോ കേട്ട്. ഓക്കെ, പിന്നെ നമ്മൾ സീസി വെച്ചാൽ പെർഫെക്റ്റ് സൂസൻ അല്ല, പകുതി സൂസനോട് കേട്ടോ. അത് നമുക്ക് നേരെ ലിസ്റ്റിംഗ് അങ്ങോട്ടേക്ക് 6ാമത്തെ പ്ലേസിലോട്ട് പോയാലോ. 6ാമത്തെ പ്ലേസിലുള്ളത് നമ്മളെ ഗോഡ് ഓഫ് ജുജുട്സു എന്ന് അറിയപ്പെടുന്ന ഇറ്റാച്ചി ഉച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇറ്റാച്ചി ഉച്ചിയുടെ സൂസനയും പെർഫെക്റ്റ് സൂസനൊന്നുമല്ല, പകുതി സൂസനാണ്. പക്ഷേ നമ്മൾ ഇറ്റാച്ചിയുടെ സൂസനൊക്കെ കുറേ എക്സ്ട്രാ പവേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ സൂസനൊക്കെ പെർഫെക്റ്റ് സൂസൻ അല്ലെങ്കിലും 8ാം മിറർ ഉണ്ട്. അതായത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഇല്ലെങ്കിൽ തന്നെ നമ്മളെ സൂസനോ ഡിഫെൻസീവ് ആറുമാണ്. അതിന് ഇതും കൂടി ചേർന്നാൽ കുറച്ചും കൂടി പവറും. 2ാം സ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 8ാം മിറർ കേട്ടോ. മിററാണ് 8ാം മിററല്ലോ. ഈ സൈൻ എക്സ്ട്രാ ടോട്ട്സൊക്കെ അപ്ഡേറ്റ് ചെയ്ത് 8ാം മിറർ വെച്ച് കുറച്ച് പവറാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ടച്ച് ചെയ്ത് അതേ സെക്കൻഡ് നമുക്ക് ഇവൻ ഫീൽ ചെയ്യാൻ പറ്റുമോ. പിന്നെ നമ്മൾ ഉറാച്ചിമാറോ ഫസ്റ്റ് നമ്മൾ ചിറ്റാച്ചാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇറ്റാച്ച് ഫസ്റ്റ് ഉറാച്ചിമാറോൻ്റെ മേലെ ഉപയോഗിക്കും. ഉറാച്ചിമാറോനെ നമ്മൾ സാസ്കിയാണ് റിലീസ് ചെയ്യുമോ, അതും ഓൻ്റെ കേസ് മാർക്കിനുണ്ടാകും കേട്ടോ. 2ാമത്തേത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4th ഗ്രേഡ് നിഞ്ചാവ് പറയൽ നമ്മളെ കബൂട്ടോ ഇറ്റാച്ചിരി നാഗട്ടിയോ റിയാനിമേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മളെ നാഗോട്ടോയെ സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ 2 ആൾക്കാർ സീൽ ചെയ്തത്. ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ സൂസൻ ചെയ്യുന്ന ആളെ തന്നെ, അതായത് ഇറ്റാച്ചി ചേർന്ന് റിലീസ് ചെയ്യുന്ന പോലെ കാണിക്കണം. പക്ഷെ ഈ വേറെ എന്തിനൊക്കെ ശക്തി കൊണ്ട് എടുക്കാം. 5ാമത്തെ പ്ലേസിലുള്ളത് വേറെ ആരുമല്ല, നമ്മളെ ഗോസ്റ്റ് ഓഫ് ഉച്ചി മാതറ ഉച്ചിയാണ് കേട്ടോ. ഓക്കെ, മാതറ ഉച്ചിയുടെ സൂസൻ നല്ല പവറാണ് കേട്ടോ. ഇതിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൂസനുകൾക്കുള്ള പവറാണ് തന്നെ, പക്ഷെ കുറച്ച് എക്സ്ട്രാ പവർ കൂടി ഇതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th ഗ്രേഡ് നിഞ്ച പറയിൽ നമ്മൾ അതായത് 5 ഗാഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ 5 ഗാഗേഴ്സ് എന്താ പറയുക, ഈ 5 ഗാഗേഴ്സും 5 ഷാഡോ ക്ലോൺ ഇട്ടിട്ടുണ്ടാവും. ആ 5 ഷാഡോ ക്ലോൺസും എന്താ പറയുക ഒരു സൂസനും ഉണ്ടാവും. അതിന് തന്നെ നമ്മളെല്ലാ ആൾക്കാരും ഒരിക്കലും രക്ഷപ്പെടാത്ത പോലെ എങ്ങനെയൊക്കെയോ അതിനെ സമാളിച്ചിട്ട് എങ്ങനെയൊക്കെ തോൽപ്പിച്ചു. പിന്നെയാണ് പെർഫെക്റ്റ് സൂസൻ എടുത്ത് 5 ഗാഗേഴ്സിൻ്റെ മേലെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ പിന്നെ പെർഫെക്റ്റ് സൂസൻ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിനൊക്കെ പവർ. പിന്നെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും, മറ്റേ ഒരു വമ്പ് പോലെ വിട്ടിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ പവേഴ്സ് ഉണ്ട്. ഇനി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോയ ഒരു വീഡിയോ തന്നെ, ഈ വീഡിയോ കുറച്ച് ലെങ്തായി പോകും. പിന്നെ ഇവർ 5ാമത്തെ പ്ലേസ് ഇട്ട കാര്യം എന്ന് വെച്ചാൽ അറിയാമോ, നമ്മൾ 5 ഗാഗേഴ്സ്, അതായത് സുനാടെ ഒന്നും പവർ തന്നെയാണ്, പക്ഷെ അവരൊരു തന്നെ ഇത് ഡാമേജ് ആയിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. ഇത് എനിക്ക് ഡൗട്ടായി, മാതറേൻ്റെ പവറാണോ ഇത് സുനാടേൻ്റെ പവറാണോ. ആശറാമേൻ്റെ ഇവരാണ് സുനാടെ, സെഞ്ചുക്കളുള്ള ആൾക്കാരാണ് സുനാടെ. അതാണ് എനിക്ക് ഡൗട്ട്. അതുകൊണ്ടാണ് നമ്മൾ മാതറയെ 5ാമത്തെ പ്ലേസിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോയാലോ. 4th പ്ലേസിലുള്ള ഇന്ദിര ഒട്സുക്കിൻ്റെ ഇതാണ് നമ്മളെ മാതറയുടെ, അതായത് ഇന്ദിരേൻ്റെ മറുപിറവിയാണ് മാതറയുടെ മറുപിറവിയാണ് സസ്കി. അങ്ങനെ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളെ ഇന്ദിര ഈ സൂസനാണ്. ഈ സൂസനും ഫസ്റ്റ് ഇന്ദിര അല്ല,
ഇന്ദിരേൻ്റെ ഇത് തന്നെയാണ്. പക്ഷെ എല്ലാ സൂസനുള്ള പവർ തന്നെയാണ് ഇതിനുള്ളത്. പക്ഷെ കൂടെ തന്നെ വേറെ ഒന്നുണ്ട്. അതാണ് ഇതിനെ അമ്പ് വിടുന്നത്. മറ്റേ അമ്പ് ഇങ്ങനെ വെക്കും, അമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പവർ. ഇത് പിന്നെ നല്ല പവർഫുള്ളാണ്. പക്ഷെ എന്ത് ഇതിൽ 4ാമത്തെ പ്ലേസിലിട്ട കാര്യം, ഇത് ഫില്ലർ എപ്പിസോഡിലാണ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിതിനെ 4th പ്ലേസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് 3rd പ്ലേസിൽ പോയാലോ. 3rd പ്ലേസിലുള്ളത് കോപ്പി നിഞ്ച കക്കാഷി അറ്റാക്ക് സൂസനാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കക്കാഷി അറ്റാക്ക് സൂസന ഫസ്റ്റ്, അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാകൂ. ഈ സൂസനൊക്കെ ചെറുക്കുണ്ട് കേട്ടോ. ഈ സൂസന പെർഫെക്റ്റ് സൂസനായിട്ട്. അത് ഫസ്റ്റ് അറ്റാമ്പിലായിരുന്നു. അത് നമ്മൾ മാതൃയായാലും ശരി, ഇറ്റാച്ചി എടുത്തിട്ടില്ല, സോറി, മാതൃയായാലും ശരി, സസ്കി ആയാലും ശരി, ആരും ഒറ്റ അറ്റാമ്പിൽ തന്നെ ഇത് പെർഫെക്റ്റ് സൂസൻ എടുത്തിട്ടുണ്ടാവില്ല. അത് കണ്ടിട്ട് നമ്മൾ സാസ്കി ഞൊർട്ടുവേ ഇത് അതിശയിച്ച് പോകും. സാസ്കേക്ക് ഇത് പൊളക്കൂ. ഇതെന്താ ഒരു ഉച്ചയല്ലാത്ത പോലെ എങ്ങനെ പെർഫെക്റ്റ് ചൂസ് എടുക്കാൻ പറ്റും. ഇനി ഇത് പവേഴ്സ് നോക്കി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷുരിക്കൻസ് ഉണ്ട്. ഈ ഷുരിക്കൻസ് എടുത്ത് എത്തിലാണോ വയ്ക്കുന്നത് അതിന് നമുക്ക് കാമോ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ഈ സൂസനയുടെ പവർ. ഈ സൂസനെ കൊണ്ടൊക്കെ 4th നിഞ്ച വാറിൽ കാഗുയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം 7നോടൊപ്പം കക്കാഷിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക ഈ സൂസനെ കൊണ്ട്. ഓക്കെ ഗേസ്, ഈ സീനൊക്കെ നോക്കിയാൽ നമ്മൾ നല്ല ഗൂസ് ബംസ് ആയിരിക്കും. ഗേസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങ് അടുത്ത പ്ലേസിലോട്ട് പോയാൽ 3rd പ്ലേസിലോട്ട്. 3rd പ്ലേസിൽ ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 3rd പ്ലേസിൽ ആരാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ പോകാം അങ്ങോട്ടേക്ക്. ഓക്കെ ഗേസ്, 2ാമത്തെ പ്ലേസിൽ വേറെ ഉള്ള സാസ്കെ ഉച്ചി തന്നെയാണ്. ഇവരെ സൂസന നല്ല പവറാണ് കേട്ടോ. എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ദിരേൻ്റെ വറുപ്പിരവിയാണ് സാസ്കെ. ഇന്ദിരേൻ്റെ അത് തന്നെ കളറാണ്. പിന്നെ ഇവർക്ക് അമന്തറാസ് യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത് അമന്തറാസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് പെർഫെക്റ്റ് ചൂസന നടത്താൻ പറ്റില്ല. പക്ഷെ ഡാൻസ് ഓഫ് സാസ്കെ ഫൈറ്റിൽ ആ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ചൂസനല്ല, അതൊരു എന്താ പറയുക ഒരു സ്കെൽറ്റൻ പോലെ ഉണ്ടാവും. അതിനുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളെ റൈക്കായോടെ ഫൈറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവസാനം നമ്മളെ 4th കഴിഞ്ഞിട്ട് അവരുടെ അവസാനം നർട്ടോ സാസ്കെ ഫൈറ്റിൽ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. ഈ സൂസൻ നല്ല പവറാണ്. പിന്നെ അതുമാത്രമല്ല 9 ടൈൽഡ് ബീസ്റ്റ്, അതായത് 8 ടൈൽഡ് ബീസ്റ്റ് ഉണ്ടാവും. അതിൽ 9 പകുതി, 9ാമത്തെ ടൈൽഡ് ബീസ്റ്റ് പകുതി ആക്കിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അതായത് 9 ടൈൽസിൻ്റെ പകുതി. അപ്പോൾ അതൊക്കെ ശക്തിശാലിയായിരിക്കും. ഇത് ഞർട്ടോന് പ്ലസ് ഉണ്ട്. പക്ഷേ ഇത് സൂസറിൻ്റെ കാര്യമായതുകൊണ്ട് ഞർട്ടോനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്ക് സാസ്കിൻ്റെ സൂസറോട് 2nd പ്ലേസിലുള്ളത്. ഈ സൂസറിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അമ്പാക്കിയിടുന്നത്. അപ്പോൾ ഇതാണ് ഈ സൂസറിൻ്റെ പവർ. അപ്പോൾ നമുക്ക് നേരെ 1st പ്ലേസിലുള്ളത് ആരാ നോക്കാം. 1st പ്ലേസിലുള്ള സൂസറോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയാണ്ട് പോകാമായിരിക്കും. പക്ഷേ ഇത് നെർഫ്രഷ് ഇപ്പോൾ ഫുള്ളായിട്ട് കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വരാതുള്ള നമ്മളെ ഹാമുറോ ഓട്സുസുക്കിൻ്റെ ഇത് സൂസനാണ് കേട്ടോ. ഹാമുറോ ഓട്സുസുക്കിയുടെ സൂസനാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല ഈ സൂസനോ. ഈ സൂസനാണ് ഏറ്റവും പവർഫുൾ. നമ്മൾ ടോപ്പ് 7 എടുത്താൽ ഹാമുറോ ഓട്സുസുക്കിൻ്റെ സൂസനാണ് നല്ല പവർഫുൾ. ഇതിനോട് 10 ടൈൽസിനെ തന്നെ കീഴടക്കിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ലൈക്ക് നോക്കി ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ പറഞ്ഞാൽ നിങ്ങളെടുത്ത് വിടാൻ പറയുക. നിങ്ങൾ CMD ലെവലിൽ ഇങ്ങനെ ആനിമി, അതായത് നർട്ടോ റിലേറ്റഡ് പെട്ട വീഡിയോസൊക്കെ വേണമെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്ത് പോകാം. GTA 5 വീഡിയോസൊക്കെ വരും കേട്ടോ. ബൈ.